തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ അത് തടസ്സപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഹർജിയുമായി മുമ്പോട്ട് പോയ ബാദുഷ അദ്ദേഹം ഇന്നലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളുടെ ഭാഗവാക്കായിട്ടുണ്ട്. അത് ഇന്ന് വളരെ സജീവമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വയനാടിന്റെ ഏറ്റവും വലിയ പദ്ധതിയായ തുരങ്കപാതയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നതിനെതിരെ വയനാട് ജനത ഒന്നടങ്കം ശക്തമായി പ്രതികരിക്കുന്ന ഈ സമയത്ത് നേരത്തെ തന്നെ ഇതിന് പുറകിൽ ശക്തമായ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വന്നതാണ്. UDF ആണ് എന്നുള്ളത് ഇപ്പോൾ പകല് പോലെ വ്യക്തമായിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ഈ പദ്ധതിയെ എതിർക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഇദ്ദേഹം മാറിയപ്പോൾ IC ബാലകൃഷ്ണനും T സിദ്ദീഖും അടക്കമുള്ള UDF സ്ഥാനാർത്ഥികൾ പരസ്യമായി പറയാൻ തയ്യാറാവണം, നിങ്ങൾ ഈ തുരങ്കപാതയിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത്. രാത്രി യാത്രാ നിരോധവും അതുപോലെ തന്നെ ചുരത്തിലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് മനസ്സിലായതാണ് വയനാട്ടുകാർക്ക് ഒരു തുരങ്കപാതയുടെ അല്ലെങ്കിൽ ഒരു ബദൽ പാതയുടെ ആവശ്യകത എന്താണെന്നുള്ളത്. അത് മനസ്സിലായിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇങ്ങനത്തെ ഒരു പദ്ധതിയുമായി വരികയും ആ പദ്ധതി ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പദ്ധതിയെ തകർക്കാനുള്ള ശ്രമത്തിന് വയനാട് ജനത മാപ്പ് കൊടുക്കുകയില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ മറുപടി പറയാൻ തയ്യാറാവണം. ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഈ ഹർജിയുമായിട്ട് അദ്ദേഹം പോയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ വയനാടൻ ജനതയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന ഒരാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വയനാടൻ ജനതയോട് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം.